ഇടുക്കി കുത്തുപാറയിൽ നിന്നും വെള്ളത്തൂവലിലേക്ക് മാറ്റിയ റേഷൻ കട തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തം. പ്രളയത്തെ തുടർന്ന് കെട്ടിടം ദുർബലമായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റേഷൻ കട വെള്ളത്തൂവലിലേക്ക് മാറ്റിയത്. റേഷൻ സാധനങ്ങൾ വാങ്ങാൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് കുത്തുപാറയിലെ ജനങ്ങൾ. ARD 19 നമ്പർ റേഷൻ കട വർഷങ്ങളോളം പ്രവർത്തിച്ചു വന്നിരുന്നത് കുത്തുപാറയിലായിരുന്നു. പ്രളയകാലത്ത് റേഷൻ കട പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ദുർബലമായെന്ന കാരണത്താൽ വെള്ളത്തൂവലിലേക്ക് മാറ്റി സ്ഥാപിച്ചു. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ റേഷൻ കട കുത്തുപാറയിലേക്ക് തിരികെ എത്തിക്കാൻ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കഴിഞ്ഞ 50 വർഷത്തിലധികമായിട്ട് കുത്തുപാറ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന റേഷൻ കട 2018 ആഗസ്റ്റ് മാസത്തിൽ മഴ വന്ന സമയത്ത് കെട്ടിടം മോശമാണ്, റേഷൻ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്നും പറഞ്ഞ് അയൽവക്കത്തെ ആൾക്കാരെ വിളിച്ചു കൂട്ടി റേഷൻ ലൈസൻസിയുടെ ഭർത്താവ് അവരുടെ വെള്ളത്തിൽ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കെട്ടിടമില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞാണ് ഇത്രയും കാലം ഒഴിവായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സെൻറ്റ് ജോസഫ് കെട്ടിടം അത് വാടകയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 250 റേഷൻ കാർഡുകൾ വരുമ്പോൾ 1000-ലും അധികം ജനങ്ങളുണ്ട് ഈ റേഷൻ കാർഡിലും സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ ദുരന്തമാണ്. റേഷൻ സാധനങ്ങൾ മേടിച്ചെടുക്കണമെങ്കിൽ വളരെ കഷ്ടപ്പാടാണ്. കുത്തുപാറയിൽ നിന്നും ഏതാനും കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ വെള്ളത്തൂവലിലേക്ക് എത്താനാകൂ. ബസ് സർവീസ് കുറഞ്ഞ കുത്തുപാറ മേഖലയിൽ നിന്നും ആളുകൾക്ക് വെള്ളത്തൂവലിലെത്തി റേഷൻ സാധനങ്ങൾ വാങ്ങി മടങ്ങണമെങ്കിൽ മറ്റു വാഹനങ്ങളെ ആശ്രയിക്കണം. ഇത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്നുവെന്നാണ് കാർഡുടമകളുടെ മറ്റൊരാക്ഷേപം. 4 കിലോമീറ്റർ അകലെ വെള്ളത്തൂരിൽ പോയി റേഷൻ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരികയെന്ന് വെച്ചാൽ രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടണം, തിരിച്ചവരെ കൊണ്ടുവരണം. അതിനിടയ്ക്ക് ബസ് സൗകര്യമില്ല. ഇവിടുന്ന് ഓട്ടോ വിളിച്ചു പോയി തിരിച്ചു വരണം. അത് വലിയൊരു മെനക്കാടാണ്. വളരെ അത്യാവശ്യമായിട്ട് ഈ കുത്തുപാറ നിവാസികൾക്ക് ഇവിടെ റേഷൻ കട അനുവദിച്ചേ പറ്റൂ. കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന സാധാരണക്കാരാണ് കുത്തുപാറ മേഖലയിൽ അധികം താമസിക്കുന്നത്. ദിവസവും ജോലി കഴിഞ്ഞ് ഏറെ ദൂരം സഞ്ചരിച്ച് റേഷൻ കടയിൽ എത്തേണ്ടി വരുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടും ആളുകൾ പങ്കുവച്ചു. ഞങ്ങൾ ഈ ഇവിടുന്ന് പണിയും കഴിഞ്ഞ് ഇവിടുന്ന് 150 രൂപ വെള്ളത്തിൽ ഓട്ടോക്കൂലി കൊടുക്കണം. ആ ഓട്ടോക്കാരെ അവിടെ കൊണ്ടുപോയി റേഷൻ കട വാങ്ങിക്കാൻ 10 പേര് അവിടെ ക്യൂവിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സമയം വരും. അപ്പോൾ ഓട്ടോ തിരിച്ചിട്ട് വീണ്ടും 150 രൂപ 300 രൂപ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ. അല്ല ചുരുക്കി പ്രധാനം 150 രൂപ അങ്ങോട്ടും കൊടുക്കണം, 150 ഇങ്ങോട്ടും കൊടുക്കണം. വെള്ളത്തൂവൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 9, 10, 11 വാർഡുകളിലെ ആളുകൾ റേഷൻ സാധനങ്ങൾ വാങ്ങാൻ ആശ്രയിക്കുന്നത് വെള്ളത്തൂവലിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ട ഈ റേഷൻ കടയെയാണ്. 300-ലധികം റേഷൻ കാർഡ് ഉടമകൾ ഈ കടയാണ് ആശ്രയിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് റേഷൻ കട കുത്തുപാറയിൽ തന്നെ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് കാർഡുടമകളുടെ ആവശ്യം. ഇക്കാര്യത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം നിവേദനം സമർപ്പിച്ചിരുന്നുവെന്നും ജനപ്രതിനിധികൾ പ്രശ്നപരിഹാരത്തിനായി ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതിയും ആളുകൾക്കിടയിലുണ്ട്. റേഷൻ കട കുത്തുപാറയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.